ഇന്നലെ നമ്മൾ ഗൾഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് കൂടെ വേണ്ടിയിട്ട് പോയതുകൊണ്ട് നമുക്ക് ആ ഫുൾ ഡേ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ മിസ് ചെയ്തു. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ഗൾഫിൽ ചെയ്യാനുണ്ട്. അപ്പൊ ഫസ്റ്റ് വി ആർ ഹെഡിങ് ടു ഗൾഫ് ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു അനദർ സ്പോട്ട് വിച്ച് വി ഹാവ് ബീൻ ഡ്രീമിംഗ് ടു ഗോ ടു. സോ ലെറ്റ്സ് ഗോ ടുഗദർ. ഞാൻ പോകുന്നു. ബൈ ബൈ. Everything Jaeger toasted with herb and garlic cheese. Yeah, and a small iced coffee with extra sugar. സോ ഗൈസ്, നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. നമ്മളിപ്പോൾ ഉള്ളത് സ്ട്രോംസ് ഫാം ആൻഡ് ബേക്കറിയിലാണ്. ഇതൊരു ഫാമിലി ഓൺഡ് ഫാമാണ്. ഇവർ ശരിക്കും സ്ട്രോംസ് എന്ന് പറയുന്ന അവരുടെ ഫാമിലി നെയിമാണ്. 1 ഏക്കർ സ്ഥലത്തിലാണ് ഇവരിത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഏകദേശം 80 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട്. ഇവിടെ പംകിൻ പാച്ച് ഉണ്ട്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പംകിൻ പാച്ച്, കോൺ മേസ്, വാഗൻ റൈഡ്സ്, പിന്നെ ഒരു ബേക്കറി ഉണ്ട്. ദേ ഹാവ് കോഫി, സൈഡേഴ്സ് ആൻഡ് വാട്ട് നോട്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പിക്ക് ചെയ്ത് ഫ്രീ ആണെന്ന് തോന്നുന്നു. അതെ, അതിന് അവർ എൻട്രി ഫീ അത് പെർ ഹെഡ് എനിക്ക് തോന്നുന്നു $13 ആണ്. ഇഫ് യു ആർ എൻ അഡൽട്ട്. ചിൽഡ്രൻ വേറെ പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വീക്കെൻഡ്സിൽ വേറെയാണ് കേട്ടോ റേറ്റ്. 18 സംതിങ് വരുന്നത്. ഈ വീക്കെൻഡ്സിൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. വീക്ക് ഡേയ്സിൽ ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാം. ഇവരുടെ ഫാം ആക്ച്വലി സെപ്റ്റംബർ ടു ഒക്ടോബർ ടൈമിലാണ് വിസിറ്റേഴ്സിന് വേണ്ടി ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് ഫോൾ ടൈം. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ആൻഡ് പീപ്പിൾ ആക്ച്വലി കം ഹിയർ ടു വാച്ച് ദി പംകിൻ പാച്ച്. പംകിൻ പാച്ച് മാത്രമല്ല, അത് നമ്മൾ 2-3 പംകിൻ പാച്ചിന്റെ ഫാം നോക്കിയപ്പോഴത്തേക്കും ദേ ഓൺലി ഹാവ് ദ ഷോ. പംകിൻ പാച്ചിന്റെ ഒരു എക്സിബിഷൻ മാത്രമേ ഉള്ളൂ. സെല്ലിങ്ങും ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ എ ഫാമിലി ഗെറ്റ് ടുഗെദർ ഓർ ഫാമിലി ഡേ ഓഫ്. പക്ഷെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീക്കെൻഡിലല്ല, നമ്മൾ വന്നിരിക്കുന്നത് ഫ്രൈഡേ ആണ്. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ പാർക്കിംഗ് ലോട്ട് ഫുൾ ക്രൗഡഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വൺ ഓഫ് ദി പോപ്പുലർ വൺസ് ഹിയർ. ഞങ്ങൾ ഇന്നലെ ഗൾഫിൽ വന്നപ്പോൾ കണ്ടുപിടിച്ച സ്പോട്ടായിരുന്നു. ബട്ട് എൻട്രി ടൈം കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പോൾ ക്ലോസ് ചെയ്തു പോകും. അതുകൊണ്ടാണ് നമ്മൾ ലൈക്ക് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് സ്ട്രോം ഫാമിൽ വന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ വാട്ട്സ് ഇൻ ദേർ. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. പിടിക്കവനെ എന്നെ. ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. അത്രക്കായല്ലേ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. ഞങ്ങള് പഴയ ഫ്രണ്ട്സ് ആവും. നമ്മളിപ്പോ ഒരു ഗ്രീൻ സ്പൈറലിന്റെ അകത്ത് നിൽക്കുകയാണ്. സെഡാ സ്പൈറൽ. So this actually reminds me of Harry Potter Goblet of Fire. അതിനകത്ത് ലാസ്റ്റ് ക്വിഡിച്ച് ഗെയിമിൽ ഇതേപോലത്തെ സ്ഥലത്ത് വരുന്നുണ്ട്. We'll go and check it out. അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. ഈ സൈക്കിൾ ഹെർക്കുലിസാ റാലിയ. ആളുകൾ പുറകെ വരുന്നുണ്ടില്ല. റാലിയാ
സൂക്ഷിച്ചിരുന്ന ആക്സിഡന്റ് ഉണ്ടാവും പോവാ. നിനക്ക് അങ്ങനെ മനസ്സിലായി? ആരുമായിട്ടാണ് ചോദിക്കുന്നത്? ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടത്? 10-15 ലക്ഷം രൂപയുടെ വണ്ടി ഓടിക്കുന്നത് നമ്മളോടാ. ഇവന്മാര് ചോദിക്കുന്നത് വണ്ടി ഓടിച്ചിട്ടുണ്ടോ? എടാ ഇതിന്റെ ബ്രേക്ക് എവിടെയെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. കാലന്മാര് എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഹർത്താലായതുകൊണ്ട് ഞാൻ ഇമാതിരി ചപ്പട്ട വണ്ടിയും കൊണ്ടുവന്നത്. അല്ലാതെ BMW Q7 കൊണ്ടുവന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കണം? ഈശ്വരോ ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അപ്പൊ മനസ്സിൽ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ദേ പോണവൻ രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. ദാ, നിൽക്കടാ അവിടെ. ദാ അവിടെ നിൽക്കാൻ. നമ്മുടെ ഫാമിന്റെ അടുത്ത സെഷൻ വന്നേക്കുവാണ്, വിച്ച് ഇസ് കോൺമേസ്. കോൺമേസ് ഏകദേശം 5 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ദേ സെഡ് നമ്മുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ദേ ഹാവ് കെപ്റ്റ് സം ക്ലൂസ് ഫോർ എ ക്വസ്റ്റ്യൻ. 9 ക്ലൂസ് ഐ ഗെസ്. 9 ക്ലൂ ഈ കോൺമേസിന്റെ 5 കിലോമീറ്ററിനുള്ളിൽ വെച്ചിട്ടുണ്ട്. വി ഹാവ് ടു ഗോ ഫൈൻഡ് ദി ക്ലൂസ് ആൻഡ് ദി ആൻസർ വിൽ ബി ദി എക്സിറ്റ്. സോ പ്രൈസ് ഉണ്ടോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സോ വിൽ ഗോ ചെക്ക് ഔട്ട് ആൻഡ് സീ ഹൗ ഫൺ ഇറ്റ് ഇസ്. നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് ഗ്ലൂമി ആയിട്ടുള്ള വെതറായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ചില്ലി. വിൻ്റർ പോലൊക്കെ ഇരിക്കുമായിരുന്നു. നമ്മൾ വന്നോ ഒരു 20 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ഡ്രിസിലിംഗ്. ഐ ഹോപ്പ് ഇറ്റ് ഡസൻ സ്റ്റാർട്ട് പോറിംഗ്. നമ്മളീ പോകുന്ന കോൺമേജിനകത്ത് ഒരു ഒറ്റ ഇതില് നല്ല ഇതുള്ളതാണ് അല്ലേ, ഹൈറ്റ് ഉള്ള എല്ലാം ഓൾമോസ്റ്റ് അബൌട്ട് ടു ഹാർവെസ്റ്റ് എന്ന രീതിയിൽ നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ 31st കഴിഞ്ഞു ക്ലോസിംഗ് ദിസ് മോം ഓൾസോ ബിക്കോസ് ഓഫ് ദാറ്റ്. ആൾക്കാർ വന്ന് കുറേയൊക്കെ താഴെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇറ്റ്സ് സോ ഗുഡ്, ഇറ്റ്സ് സോ ഗുഡ്. നമ്മളെക്കാട്ട് എനിക്ക് തോന്നുന്നു 8 ഫൂട്ട് നീളത്തിലൊക്കെയാന്ന് തോന്നുന്നു. 8 ഫൂട്ട് അല്ല, അതിൽ ഒരെണ്ണത്തിൽ തന്നെ ഒരുപാടുണ്ട് അല്ലേ. സോ മെനി എക്സ്പീരിയൻസ് ആണ് ഇതേപോലെ ഒരു വിളഞ്ഞു കിടക്കുന്ന കോൺമേജിന് ഉള്ളിൽ കൂടെ പോകുന്നത്. സാധാരണ നമ്മൾ ഗ്രീൻ ആണ് കണ്ടിട്ടുള്ളത്. ഓ ഇവിടെ കുറെ ആനയുണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ ഉള്ളില്. അയ്യോ ദാരിദ്ര്യം. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ആരെയും അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാവും. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസ്. അള്ളിപ്പിടിച്ചിരിക്കുന്ന താഴെ ഇറങ്ങണം. ഇവിടുന്നാടാ ഇതൊക്കെ പറഞ്ഞു വരുന്നത്. ഇൻഷാല്ലാ പഠിച്ചോനെ നിങ്ങള് കാത്തോളി ഒറ്റ വിളിയാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഗെയിംസ് പോലെ തന്നെയാണ്. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ഫാം ഗെയിംസ് ഒക്കെ ഇല്ലേ അതേപോലെ.
ഫൈനലി നമ്മൾ ബേക്കറിയുടെ സെഷൻ വന്നിട്ടാണ്. ബേക്കറിയുടെ റൈറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് പംകിൻ പാച്ച് ഉള്ളത്. പംകിൻ ഫീൽഡ്സ് ആർ നോട്ട് പെർമിറ്റഡ് ഫോർ ദ പീപ്പിൾ. എന്താണെന്ന് അറിയത്തില്ല, വീക്കെൻഡ്സിൽ വരുന്നവർക്കാണ് ഓപ്പൺ. മേ ബി ഐ ഗെസ് സോ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഓപ്പൺ. എനിക്ക് തോന്നുന്നു അവരവിടെ റൈപ്പൻ ആവുന്ന പംകിൻസ് എല്ലാം ഇവിടെ കൊണ്ട് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ, സോ ദാറ്റ് ദേ കെൻ കീപ് ദ ഫീൽ ഗുഡ്. അല്ലെങ്കിൽ എല്ലാവരും സ്റ്റാമ്പ് ചെയ്ത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹാസൽ. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ഗെറ്റ് ദീസ് സ്മോൾ വാഗൻസ് ഔട്ട് ഹിയർ. യു കെൻ ഗോ ഗ്രാബ് how many pumpkins you want. You can go grab it and take it home, and it's free. This is free, I guess. And അവിടെ ഡിസ്പ്ലേ There ചെയ്തേക്കുന്നൊക്കെ are other ones, like there are other numerous other ones with different shapes and different sizes. അതൊക്കെ എനിക്ക് തോന്നുന്നു you have to pay price. And the regular ones, jumping pumpkins, like they call, these are for free. But we are not taking any pumpkins because നമുക്ക് pumpkin ആവശ്യമില്ല. The Storms family, and we are inside the bakery. ഒരു സ്മോൾ ഫാൻ. സോ സ്റ്റോം ഫാമിലെ നമ്മുടെ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോകാൻ പോവാണ്. ഇവിടുത്തെ ബേക്കറിന്ന് we have got something to eat. So I've got cinnamon bun, which I'm a big fan. Anything with cinnamon, I'm there for it. Yeah, So നമ്മുടെ those who want to come after seeing this video, please know that every penny that you pay is worth it. Yeah. ആണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ടൈം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. പക്ഷെ നമുക്ക് വേറെ പ്ലേസിൽ പോകാനുള്ളത് കൊണ്ട് നമ്മൾ നിർത്തിയിട്ട് പോവുകയാണ്. എസ്പെഷ്യലി ഇഫ് യു കമ്മിങ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, അത് ഫാന്റാസ്റ്റിക് ആയിരിക്കും. എപ്പോഴും ഇങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 days ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടി രണ്ടെടുത്ത എൻ്റെ പ്രൈസിൽ കൊണ്ടുവന്ന് നമ്മുടെ വണ്ടി തിരിച്ചു വെച്ചു. ബട്ട് അവിടെ ഓഫീസ് അവേഴ്സ് 6 PM വരെ ഉള്ളൂ. നമ്മൾ തിരിച്ചു വന്നപ്പോൾ കുറച്ച് ലേറ്റായി, അറൗണ്ട് 9:30, 10ish. സോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ലേറ്റായി വന്നവർക്കും കാർ പാർക്ക് ചെയ്തിട്ട് ഒരു കീ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ആ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. സോ അത് പോയി ചെയ്യണം. We had so much fun today. Hope you guys enjoyed the video. Bye and see you in the next video.